ജീവിതത്തിലേക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ വരവേറ്റിരിക്കുകയാണ് ബ്രസീൽ ഫുട്ബോൾ താരം നെയ്മർ. ഹെലീന എന്നാണ് മകളുടെ പേര്. കുഞ്ഞിന്റെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ ആരാധകർക്കായി പരിചയപ്പെടുത്തിയാണ് നെയ്മർ താൻ വീണ്ടും അച്ഛനായതിന്റെ സന്തോഷം പങ്കുവച്ചത്. ചിത്രങ്ങൾക്കൊപ്പം ഹെലീന എന്നെഴുതി അതിനൊപ്പം 3/7/2024 എന്നും നെയ്മർ കുറിച്ചിട്ടുണ്ട്. മൂത്ത മകൻ ഡേവി ലൂക്കയ്ക്കൊപ്പം കുഞ്ഞിനെ ആദ്യമായി കാണുന്നതും ഡേവി ലൂക്ക കുഞ്ഞിനെ മടിയിലെടുത്ത് ഇരിക്കുന്ന ചിത്രങ്ങളും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാവോ പോളോയിലെ സാവോ ലൂയിസ് സ്റ്റാർ ആശുപത്രിയിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും ബ്രസീലിയൻ മോഡലും ഇൻഫ്ലുവൻസറുമായ അമാൻഡ കിംബർലിയാണ് കുഞ്ഞിന്റെ അമ്മയെന്നും ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെലീനയുടെ ചിത്രങ്ങൾ അമാൻഡയും തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. 2016 നെയ്മറും അമാൻഡയും കണ്ടുമുട്ടുന്നത്. ബ്രസീലിയൻ റിയാലിറ്റി ഷോയായ ആർ യു ദി വൺ എന്ന പരിപാടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അമാൻഡ ഗർഭിണിയാണെന്ന സന്തോഷം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത്. കുഞ്ഞ് ജനിച്ച ശേഷം നെയ്മർ DNA ടെസ്റ്റ് നടത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 9 മാസം പ്രായമുള്ള മാവി എന്നൊരു മകൾ കൂടി നെയ്മർക്കുണ്ട്. മോഡലും ഇൻഫ്ലുവൻസറുമായ ബ്രൂണ ബിയാൻകാർഡിയാണ് മാവിയുടെ അമ്മ. 2023 ബ്രൂണയ്ക്കും നെയ്മറിനും കുഞ്ഞു പിറന്നത്. പിന്നാലെ നെയ്മറുമായി വേർപിരിയുകയാണെന്ന് വ്യക്തമാക്കി ബ്രൂണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അന്ന് 2 മാസമായിരുന്നു കുഞ്ഞിന് പ്രായം. ബ്രൂണയും നെയ്മറുമൊക്കെ മാവിയുടെ മാമോദീസ ചടങ്ങിൽ ഒന്നിച്ച് പങ്കെടുത്തതിന്റെ ഫോട്ടോകൾ സഹിതമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ പങ്കുവച്ചിരുന്നത്. കുഞ്ഞിനും ബ്രൂണയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ നെയ്മർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയായിരുന്നു. 8 മാസം പ്രായമുള്ള മാവിയുടെ മാമോദീസയ്ക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഇരുവരും ഒരുമിച്ച് എത്തുകയായിരുന്നുവെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ബ്രസീലിലെ കോച്ചിയയിലെ ഔർ ലേഡി ഓഫ് ഫാത്തിമ പള്ളിയിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. ഇതേ ചടങ്ങിൽ ബ്രൂണയുടെ അടുത്ത സുഹൃത്ത് ഹന്ന കാർവൽഹോയുടെ മകളും മാമോദീസ സ്വീകരിച്ചു. 1 മാസം മുമ്പ് അൽ ഹിലാലിന്റെ മത്സരം കാണാനായി മകളെ സൗദി അറേബ്യയിലേക്ക് നെയ്മർ കൊണ്ടുപോയിരുന്നു. അന്ന് ബ്രൂണയും ഒപ്പമുണ്ടായിരുന്നു. നേരത്തെ ബ്രസീലിയൻ മോഡൽ അലിൻ ഫാരിയാസിന് നെയ്മർ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബ്രൂണ ബന്ധം പിരിയുകയാണെന്ന് വ്യക്തമാക്കിയത്. മോഡലിന്റെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു നെയ്മർ മെസ്സേജ് അയച്ചത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞ നെയ്മറും രംഗത്തെത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള മെസ്സേജുകളാണ് ഇതെന്നും നെയ്മർ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയിരുന്നു. 2012 റിയോ കാർണിവലിലാണ് നെയ്മറും ബ്രൂണയും ആദ്യമായി കണ്ടുമുട്ടുന്നത്. 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2018 നെയ്മറും ബ്രൂണയും വേർപിരിഞ്ഞിരുന്നു. എന്നാൽ 2022 ഇരുവരും വീണ്ടും ഒന്നിച്ചു. ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിവാഹ നിശ്ചയം വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ഇതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് പ്രശ്നം സംസാരിച്ച് പരിഹരിച്ച രണ്ടുപേരും 2023 ഒരുമിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ മാതാപിതാക്കളാകാൻ പോകുന്ന സന്തോഷ വാർത്ത ഇരുവരും പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഗർഭിണിയായ ബ്രൂണയെ നെയ്മർ വഞ്ചിച്ചുവെന്ന രീതിയിൽ വീണ്ടും വാർത്തകൾ പുറത്തു വന്നു. ഇതോടെ കഴിഞ്ഞ ജൂണിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ ബ്രസീൽ താരം രംഗത്തെത്തി. ബ്രൂണയോടും കുടുംബത്തോടും നെയ്മർ മാപ്പ് ചോദിച്ചു. ബ്രൂണയില്ലാതെ ജീവിതം ആലോചിക്കാൻ സാധിക്കുന്നില്ലെന്നും പരസ്പരം സ്നേഹിക്കുന്നത് നമ്മെ ശക്തരാക്കുമെന്നും ഇൻസ്റ്റഗ്രാമിൽ നെയ്മർ വ്യക്തമാക്കിയിരുന്നു. ഇതു കഴിഞ്ഞ 3 മാസങ്ങൾക്ക് ശേഷം ഇരുവർക്കും കുഞ്ഞു പിറക്കുകയും ചെയ്തു. ആശുപത്രിയിൽ കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രങ്ങൾ നെയ്മറും ബ്രൂണയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. മൂത്ത മകൻ ഡേവി ലൂക്കയ്ക്ക് 12 വയസ്സാണ് പ്രായം. നെയ്മറിന് 20 വയസ്സുള്ളപ്പോൾ മോഡലും ഇൻഫ്ലുവൻസറുമായ കരോളീന ഡാൻഡസിൽ പിറന്ന മകനാണ് ഡേവി. ഡേവിയുടെ ജനനത്തിന് മുമ്പ് തന്നെ നെയ്മറും കരോളീനയും വേർപിരിഞ്ഞിരുന്നു. കരോളീനയ്ക്കൊപ്പം താമസിക്കുന്ന ഡേവി ഇടയ്ക്കിടെ നെയ്മറെ കാണാനെത്താറുണ്ട്. ഡേവിക്കൊപ്പമുള്ള ചിത്രങ്ങൾ നെയ്മർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്.